എടോ എടോ എഴുന്നേരി രാവിലെ പോയി. ഇതെന്താ രാവിലെ കുളിച്ചോ? കല്യാണത്തിന് തന്നെ ഫോൺ വിളിക്കുമ്പോ ഇങ്ങനത്തെ ശീലമൊന്നും കണ്ടിട്ടില്ലല്ലോ. അതല്ല, എന്റെ വീട്ടിലെ കൂട്ട് ഇവിടെ പറ്റില്ലല്ലോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ. അതെ, ഇത് വേറെ വീടല്ല, ഇത് നിന്റെ വീട് തന്നെയാ. തനിക്കിപ്പോ 2 വീടുണ്ട്. അല്ല, തനിക്കല്ല, നമുക്കിപ്പോ 2 വീടുണ്ട്. ഒരു പുതിയ ശീലം എന്നുള്ള രീതിയിലാണ് കുളിയെങ്കിൽ ഓക്കെ, അതല്ലാതെ കഷ്ടപ്പെട്ട പുതിയതായിട്ടൊന്നും പഠിക്കണ്ട. അതല്ല, തന്റെ അമ്മ. തന്റെ അമ്മയല്ല, അമ്മ. ആ ഡിസ്റ്റൻസ് അങ്ങ് വെട്ടിക്കളാ. അമ്മ എന്തേലും പറഞ്ഞാലോ? നിന്റെ വീട്ടിൽ നിന്റെ അമ്മ നിന്നെ വഴക്കൊന്നും പറയാറില്ലേ? പറഞ്ഞു നീ എല്ലാം അനുസരിക്കുവോ? പറ്റുന്ന പോലെ. അത്രേ ഉള്ളൂ. അമ്മമാരെയൊക്കെ ഡീൽ ചെയ്യാൻ ഈസി അല്ലേ? ചായ നീട്ടതാ? അതെ, ഞാട്ടതാ. എന്തേ ഇനി വേണം? കുടിച്ചിട്ട് പറയാം. കുറച്ച് താഴ്ത്തി. ഈ അമ്മമാരെ ഇമ്പ്രസ് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ പണ്ടേ ജോലിയുണ്ട്. അപ്പം ഞാനും അച്ഛനും കൂടിയാണ് വീട്ടിലൊരു പകുതി പണി അമ്മ വരുന്നതിന് മുന്നേ അങ്ങ് തീർത്ത് വയ്ക്കുന്നത്. അപ്പം അമ്മയ്ക്ക് വൈകിട്ട് വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം അമ്മ പിന്നെ കുളിച്ച് റെഡിയായി സോഫയിലൊക്കെ വന്നിരുന്ന് ഫോണൊക്കെ നോക്കി അതൊക്കെ അടുക്കളയിൽ കയറി കുക്കിങ്ങിന്. അല്ല, കുക്കിങ് ഞങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷെ അത് അമ്മയുടെ തട്ടകമാണ്. അപ്പം ഇതുപോലെ നിന്നെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അതുപോലെ അമ്മയെ ഹെൽപ്പ് ചെയ്യും. ഒരു വീടാകുമ്പോൾ എല്ലാ ജോലിയും എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തില്ല എന്ന് വെച്ച് ഇവിടെ ആരും ചോദിക്കാൻ പോണില്ല നീ എന്താ ഒന്നും ചെയ്യാത്തത്. അല്ല, അച്ഛനമ്മ എവിടെ? അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി. ഓ, അപ്പൊ ഇവിടെ ആരും ഇല്ല? ഇല്ലെങ്കി കൊറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? 34, 35, 36, 37, 38, 40 ഒളിച്ചോ? ആ, പിന്നെ പേഴ്സണൽ ഫ്രീഡം. തനിക്ക് ഫ്രീഡം അങ്ങോട്ട് തരുന്നൊരു ഫാമിലി അല്ലേ ഇത്. താൻ ഓൾറെഡി ഫ്രീ ആണ്. തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അതിനുള്ള എല്ലാ ഫ്രീഡം ഇവിടെ ഉണ്ട്. ബി റെസ്പെക്ട് ദാറ്റ്. നമ്മൾ ഒരാളെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ഫ്രീഡത്തിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ് എൻ്റെ അച്ഛൻ്റെ ഒരു പോളിസി. ഞാനും ആട്ടറാക്കാണ്. ശീലങ്ങൾ മാറ്റണ്ട, അമ്മയെ ഹെൽപ്പ് ചെയ്യണം, പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. അപ്പൊ എന്റെ പേര് മാറ്റുന്നതോ? പേര് മാറ്റാനാ? നിനക്ക് നിന്റെ പേര് ഇഷ്ടമല്ലേ? അതല്ല പൊട്ടാ, എന്റെ പേരിന്റെ കൂടെ എന്റെ അച്ഛന്റെ പേര് കിടക്കുന്നതാ ഇഷ്ടം. പക്ഷെ ഇനിയിപ്പോ അവിടെ തന്റെ പേര് ചേർക്കണ്ടേ? നിനക്ക് ഇഷ്ടമല്ലേ എന്തിന് പേരൊക്കെ മാറ്റുന്നേ? എടി, ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, അല്ലാതെ ഓണറൊന്നുമില്ല. അപ്പോ വീട്ടിൽ പോകുമ്പോ ചോദിക്കണം. നീ എന്താണ് ഹോസ്റ്റലിൽ നിന്ന് ലീവിന് പോകുന്നത്? എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയിട്ട് വാ, പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ കാണാതെ ടെൻഷൻ അടിക്കൂല്ലേ. പലരും പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞാൽ ലൈഫ് തീർന്നു, സ്വാതന്ത്ര്യം പോയി. അങ്ങനെയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഈ വീട്ടിലില്ല. ഒറ്റൊരു ദിവസം കൊണ്ട് നിനക്ക് നിന്റെ സ്വന്തം വീട് പോലും ആവില്ലെന്നറിയാം. പക്ഷെ അതങ്ങനെ ആക്കിയെടുക്കാൻ ഞങ്ങൾ മാക്സിമം നിന്റെ കൂടെ നിൽക്കാം. ഇവിടെയും കൂടി ഇവിടെ. ആ, തൻ്റെ ഇപ്പോഴത്തെ ലൈഫ് ഹാപ്പി ആക്കാൻ ഒരാളും കൂടെ കൂട്ടിന് വരുന്നു. അത്രേ ഉള്ളൂ ഈ കല്യാണം. അതങ്ങനെ അല്ലാതായ അത് പിന്നെ കല്യാണമല്ല, ഒരുമാതിരി സ്ലേവറി ആയി പോകും. പോകുമ്പോ എല്ലാം എടുത്തോണ്ട് പോകൂടെ, വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. ഇടി, ഞാൻ എന്നാ പോട്ടെ, തൃശ്ശൂർ ഒരു കോൺഫറൻസ് ഉണ്ട്, ഞാൻ ഇറങ്ങുവാ. അളിയനായിരുന്നു എവിടെ പരിപാടിയായിരിക്കും. സ്ഥിരവാ, പണ്ട് ഞാനും അച്ഛനും വരുന്നേരാ. ഇനിയിപ്പോ എന്തായാലും എൻജോയ്. അളിയാ, എനിക്ക് തൃശ്ശൂർ വരെ എത്തണം, അത് വണ്ടി ഓടിച്ച് പോകണ്ടേ. ഞാൻ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും, കോൺഫറൻസ് ഉള്ളോണ്ടാ. ശരി, അവിടെ പറഞ്ഞോ. ആ, കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ തിരക്ക് കാരണം പറ്റിയില്ല. എന്റെ പെങ്ങളായോണ്ട് പറയില്ല, ആ രൂപം വെച്ച് തെറ്റിദ്ധരിക്കണ്ട. നല്ല ഇടിയും നല്ല കടിയും കിട്ടും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത്രയൊക്കെ ആയില്ലേ, സൂക്ഷിക്കണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മോളെ ഞാനങ്ങോട്ട് ഇറങ്ങുവാ. പോവാ 2 ദിവസത്തിനുള്ളിൽ വരും. ശരി എന്നാ അളിയ, ബൈ ബൈ. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഒന്ന് പുതുക്കണം. അത് നല്ലതാ. ചുമ്മാ പറഞ്ഞായിരിക്കും.